കേരള PSCയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. എ 3-phase balanced delta connected load of 5 plus J6 ohm in each phase is connected to a line voltage of 400 volt and is drawing a current from the supply. If another delta connected load of the same nature and magnitude is connected in parallel, the line current drawn from the supply becomes. ഡെൽറ്റ കണക്ഷനിൽ ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും ഈക്വൽ ആയിരിക്കും. ലൈൻ കറണ്ട് ഈക്വൽ ടു √3 ഇൻറ്റു ഫേസ് കറണ്ട് ആയിരിക്കും. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നതെന്ന് നോക്കാം. ബാലൻസ്ഡ് 3-phase ഡെൽറ്റ കണക്ഷനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഓരോ ഫേസിലെയും ലോഡ് 5 + J6 ഓം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലൈൻ വോൾട്ടേജ് 400 വോൾട്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡെൽറ്റ കണക്ഷനിൽ VL = VPH ആയിരിക്കും. അതുകൊണ്ട് VL = VPH = 400 വോൾട്ട് എന്ന് നമുക്ക് എഴുതാം. ഇനി R തന്നിട്ടുണ്ട് 5 + J6 ഓം. ഫേസ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ചെയ്താൽ നമുക്ക് ഫേസ് കറണ്ട് കിട്ടും. അപ്പോൾ IPH = 400 ഡിവൈഡഡ് ബൈ 5 + J6 എന്ന് കിട്ടും. ഡെൽറ്റ കണക്ഷനിൽ IL = √3 IPH ആയിരിക്കും. അപ്പോൾ ലൈൻ കറണ്ട് കണ്ടുപിടിക്കാൻ √3 ഇൻറ്റു നമുക്ക് കിട്ടിയേക്കുന്ന IPH വാല്യൂ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ √3 ഇൻറ്റു 400 ഡിവൈഡഡ് ബൈ 5 + J6 എന്ന് കിട്ടും. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇഫ് അനദർ ഡെൽറ്റ കണക്റ്റഡ് ലോഡ് ഓഫ് സെയിം മാഗ്നിറ്റ്യൂഡ് ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ അല്ലേ? ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ലൈൻ കറണ്ട് ആദ്യത്തെ കണ്ടീഷനുമായിട്ടുള്ള ലൈൻ കറണ്ടുമായിട്ടുള്ള റിലേഷനാണ് നമുക്ക് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത്. VLും VPHും മാറ്റമൊന്നുമില്ല. VL = VPH = എന്താ 400 വോൾട്ട് തന്നെയാണ്. ഇനിയും R നോക്കിയേ. R = എന്ത് വരും? രണ്ട് റെസിസ്റ്റൻസിൻ്റെ രണ്ട് ലോഡിൻ്റെയും കൂടെ പാരലൽ കണക്ഷനാണ്. അപ്പം സെയിം ആണല്ലോ, മാഗ്നിറ്റ്യൂഡ് സെയിം ആയതുകൊണ്ട് എന്താ നമുക്ക് ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി. അപ്പോൾ 5 + J6 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. ഇനി IPH കണ്ടുപിടിക്കാമല്ലോ. IPH = VPH ഡിവൈഡഡ് ബൈ R. അപ്പോൾ 400 ഡിവൈഡഡ് ബൈ R എന്താ 5 + J6 ഡിവൈഡഡ് ബൈ 2. ആ ഡിവൈഡഡ് ബൈ 2 ഇങ്ങ് മോളിൽ വരും. 400 ഇൻറ്റു 2 ആകും. അപ്പോൾ 800 ഡിവൈഡ് ബൈ 5 + J6 എന്ന് കിട്ടും. IL അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ IL = എന്താ √3 IPH. √3 ഇൻറ്റു IPH എത്ര കിട്ടിയേ? 800 ഡിവൈഡ് ബൈ 5 + J6. ഇനി നമുക്ക് ആദ്യത്തെ കണ്ടീഷനിൽ കിട്ടിയ ILുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയേ. ആദ്യത്തെ കണ്ടീഷനിൽ കിട്ടിയ ILൻ്റെ വാല്യൂ എന്തായിരുന്നു? IL = √3 ഇൻറ്റു 400 ഡിവൈഡ് ബൈ 5 + J6ഉം രണ്ടാമത്തെ കണ്ടീഷനിൽ IL = √3 ഇൻറ്റു 800 ഡിവൈഡ് ബൈ 5 + J6ഉം. അപ്പോൾ എന്താ ഡബിൾ അല്ലേ? ആദ്യത്തെ കണ്ടീഷനിൽ നിന്ന് ഡബിളായി. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ എ, ഡബിൾ.